ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടാറായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റിക്ക് സോസേജ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ. സോസേജിന് വേണ്ടി സാധനങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിന് നമുക്ക് വേണ്ട ഒരു വിസ്കാണ്, പിന്നെ ഒരു ബൗൾ, പിന്നെ 1/4 കപ്പ് വെള്ളം, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഈസ്റ്റ്, ഒരു മുട്ട, പിന്നെ ഉപ്പ് 3 പിഞ്ച്, പിന്നെ 1 കപ്പ് മൈദ. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്, പിന്നെ സ്റ്റിക്സും സോസേജും. അത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഇളം ചൂടുവെള്ളം ഒഴിക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടാം. നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇട്ടത് 1 ടീസ്പൂണാണ്. നമുക്കിലേക്ക് ഒരു മുട്ട ഇടാം. നമുക്കിതിലേക്ക് 3 പിഞ്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 പിഞ്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് 1 പിഞ്ചും കൂടെ. ഇനി നമുക്ക് ഇതിലേക്ക് മൈദ ചേർക്കാം. മൈദ ചേർത്ത് കൊടുക്കുമ്പോൾ ഇച്ചിരി ഇച്ചിരിയായിട്ട് വേണം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാൻ. കട്ടയില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഉടച്ച് വേണം ഇത് മിക്സ് ചെയ്യാൻ. ഈ ഒരു പരുവത്തിന് വേണം നമുക്കിത് കിട്ടാൻ. നമുക്കിത് അടച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ. ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പം ഞാൻ അറിയില്ല, നമ്മുടെ ബാറ്ററി ഗ്ലാസ്സിലോട്ട് അടിച്ചിട്ടുണ്ട്. നമ്മുടെ സോസേജ് മുക്കാനുള്ള എളുപ്പത്തിന് നമുക്ക് ഈ സോസേജ് ഈ കമ്പിന് കുത്താം. അപ്പോൾ എല്ലാ സോസേജും ഇവിടെ കുത്തിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കും, നമ്മൾ വേറെ സോസേജ് എടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് സോസേജ് മാത്രമേ എടുക്കാവൂ. നല്ല ഇത് കിട്ടുള്ളൂ. മറ്റൊന്നൊക്കെ നമ്മൾ എരിവൊക്കെ ആഡ് ചെയ്തിട്ട് ആ ഒരു സംഭവമാണ്. അപ്പം ഇത് അടങ്ങിയൊന്നും ആഡ് ചെയ്തില്ല. നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതുകൊണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് സോസേജ് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പം സോറി, അവിടെ ഇരുന്നപ്പം കറണ്ട് പോയി, ഇൻവേർട്ടർ കണക്ഷൻ അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഇവിടോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്കിനി ഈ സോസേജ് ഈ ബാറ്ററിയിലോട്ട് വെക്കാം. ഗായ്സ്, ഞാൻ ആ ഗ്ലാസ് മാറ്റി, കാരണം ആ ഗ്ലാസ്സിൽ ഫുള്ളിൽ നിന്നാകുന്നത്. ബ്രെഡ് ക്രംസിലോട്ട് ഇത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ബ്രെഡ് ക്രംസിലോട്ട് കവർ ചെയ്യാം. ഞാൻ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാം. ഈ പാത്രം എടുക്കാം. ഇത് യുടെൻസിലിൻ്റെ പാത്രമാണ്. ഇതെനിക്ക് ഷൈബമ്മ തന്നെ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ കുക്ക് ചെയ്യുന്ന വീട്ടിൽ ഷൈബമ്മ എനിക്ക് തന്നതാണ്. ഇത് നല്ല ബ്രാൻഡാണ് കേട്ടോ. ഇതിനെ തന്നെ ഞാൻ കുറേ പാത്രങ്ങൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ബ്രാൻഡാണ്. അപ്പോൾ നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം.
നമുക്ക് ചൂടാവാൻ വെയിറ്റ് ചെയ്യാം. ഗൈസ്, ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അതിനാണ് ഈ സോസേജിൻ്റെ വലിപ്പം നമുക്ക് കുറച്ചേറെ ഓയിൽ ഒഴിക്കണം. പിന്നെ കോക്കനട്ട് ഓയിലല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന സൺഫ്ലവർ ഓയിലാണ്. പിന്നെ ചൂടാക്കി നോക്കാം. ഈ ചൂടായിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ സോസേജ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇടാൻ. ഗ്യാസ് ഞാൻ വെച്ചിട്ടുണ്ട്. ഗ്യാസ് ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിക്കാം. ഇത് മൊത്തത്തിൽ ഒരു 4 or 5 minutes കുക്കിങ്ങേ ഉള്ളൂ. നമുക്ക് ഇതെടുക്കാം. സിമ്മിന്ന് ഫുള്ളോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൽ എണ്ണ പിടിക്കാതിരിക്കാനാണ് ഞാൻ മാറ്റുന്നത് ഫുള്ളിൽ. നമ്മുടെ സ്റ്റിക് സോസേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആന്റിമാരാണ് ഇത് കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. വെരി ഗുഡ്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ അടുത്ത വീഡിയോ ഒട്ടും താമസിപ്പിക്കാതെ ഉടനെ തന്നെ വരുന്നതാണ്. എന്നാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും കൂടെ ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഷെയറും കൂടെ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.